ഏവർക്കും ഒരിക്കൽ കൂടി അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. HMPV വൈറസ് ഇന്ത്യയുടെ എണ്ണം 5 ഉയരുന്നു. തമിഴ്നാട്ടിൽ 2, ബാംഗ്ലൂരിൽ 2, ഗുജറാത്തിൽ 1 കേസുകൾ. ഭയക്കേണ്ട സാഹചര്യമില്ല. ചൈനയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഇന്ത്യയിലും കണ്ടെത്തി. ബാംഗ്ലൂരിലെ ബാപ്പിസ്റ്റ് ഹോസ്പിറ്റലിൽ 3ഉം 8ഉം മാസം പ്രായമായ കുട്ടികളിലും ഗുജറാത്തിലെ അഹമ്മദാബാദിലെ 1 വയസ്സ് പ്രായമായ കുട്ടിയിലുമാണ് HMPV വൈറസ് ബാധ കണ്ടെത്തിയത്. ചൈനയിലെ HMPV വ്യാപനത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇന്ത്യയിലും വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ രോഗം കണ്ടെത്തിയ ബാംഗ്ലൂരിലെ 2 കുട്ടികളും അന്താരാഷ്ട്ര യാത്രകളൊന്നും നടത്തിയിട്ടില്ല. ബാംഗ്ലൂരിലെയും അഹമ്മദാബാദിലെയും രോഗം ബാധിച്ച ശിശുക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സമീപകാല യാത്രാ ചരിത്രമൊന്നുമില്ലെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മറ്റു പ്രദേശങ്ങളിൽ നിന്നോ രാജ്യങ്ങളിൽ നിന്നോ ഉള്ള സമ്പർക്കം ഒഴിവാക്കി. തമിഴ്നാട്ടിലെ കേസുകൾ ഉടനടി മൊഴി നൽകിയിട്ടില്ല. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ശ്വാസകോശ സംബന്ധമായ വൈറസാണ് HMPV എന്നും ചൈനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനു ശേഷം അടുത്തിടെ ശ്രദ്ധ നേടിയത്. HMPVയുമായി ബന്ധപ്പെട്ട ആരോഗ്യ വെല്ലുവിളികൾക്ക് തയ്യാറെടുപ്പ് ഉറപ്പാക്കാൻ കർണാടക, മഹാരാഷ്ട്ര, ഡൽഹി എന്നിവിടങ്ങളിലെ ഗവൺമെന്റ് COVID-19 കാലത്ത് പിന്തുടർന്ന സമാനമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിലെ ലാബ് പരിശോധനയിലാണ് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതെന്നും അതിനാൽ അതിൽ സംശയിക്കേണ്ട കാര്യമില്ലെന്നും കർണാടക ആരോഗ്യ വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട്. വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ കർണാടക സർക്കാർ മാർഗനിർദ്ദേശങ്ങളും ജാഗ്രതാ മുന്നറിയിപ്പുകളും പുറത്തിറക്കിയിട്ടുണ്ട്. HMPV അജ്ഞാത വൈറസ് അല്ലെന്നും എല്ലാ വർഷവും ഈ വൈറസ് ബാധ ഉണ്ടാകാറുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശൈത്യകാല രോഗമാണ് ഇത്. ശൈത്യകാലത്ത് സാധാരണയായി ശ്വാസകോശ രോഗമാണ് HMPV വൈറസ് ബാധയെന്ന് ചൈന നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സാധാരണ ജലദോഷം പോലുള്ള രോഗമാണെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ചൈനീസ് ആരോഗ്യ വൃത്തങ്ങൾ മുമ്പ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ചൈനയിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നുവെന്ന് റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ 2 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതീവ ജാഗ്രതയിലായിരുന്നു. COVID-19നോട് വളരെ സാദൃശ്യമുള്ള രോഗമാണ് HMPV എങ്കിലും ഭയക്കേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലെന്ന് രാജ്യത്തെ മുതിർന്ന ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. കോവിഡ് രോഗബാധയുടെ അതേ രോഗലക്ഷണങ്ങൾ തന്നെയാണ് HMPVക്കും ഉള്ളത്. എല്ലാവർക്കും രോഗബാധ ഉണ്ടാകുമെങ്കിലും 11 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും മുതിർന്നവരിലും പ്രതിരോധശേഷി കുറഞ്ഞവരിലുമാണ് രോഗം സങ്കീർണമാകാൻ സാധ്യതയുള്ളത്. ഇന്ത്യ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ശൈത്യകാല രോഗങ്ങൾ, പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ വ്യാപിക്കുന്നുണ്ട്. HMPVയും അതിലൊന്നാണ്. ഇൻഫ്ലുവൻസ രോഗങ്ങളിലോ ഗുരുതര ശ്വാസകോശ അണുബാധ കേസുകളിലോ അസാധാരണമായ വർധനവ് നിലവിലില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന വൈറസാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച ചുമ, വലിവ്, ജലദോഷം, തൊണ്ടവേദന എന്നിവ ഉണ്ടാകുന്നു. മിക്കവരിലും പനിയും ജലദോഷവുമായി ഈ രോഗം വന്നു പോകാം. പക്ഷെ 11 വയസ്സിന് താഴെയുള്ള കുട്ടികളിലും 65 വയസ്സ് കഴിഞ്ഞവരും പ്രതിരോധ ശേഷി കുറഞ്ഞവരിലും HMPV വളരെ ഗുരുതരമായ ശ്വാസകോശ രോഗമായി മാറുന്നു. ശ്വസന വ്യവസ്ഥയുടെ മുകൾ ഭാഗത്തെയാണ് സാധാരണയായി HMPV ബാധിക്കാറ്. പക്ഷെ ചിലപ്പോൾ ശ്വാസകോശം ഉൾപ്പെടെ താഴ്ഭാഗത്തെയും രോഗം ബാധിക്കാറുണ്ട്. ഇവരിൽ നിമോണിയ, ആസ്മ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് പോലെയുള്ള രോഗങ്ങൾക്ക് ഈ വൈറസ് കാരണമാകുന്നു. കുട്ടികളിൽ ഉണ്ടാകുന്ന ശ്വാസകോശമായ രോഗങ്ങൾ 10 മുതൽ 12% വരെയും HMPV ആണെന്നും ചില ഗവേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ 5 മുതൽ 16% വരെ കുട്ടികളിലെ ഈ വൈറസ് ന്യൂമോണിയ പോലുള്ള ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. രോഗലക്ഷണങ്ങൾ: പനി, ചുമ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, തൊണ്ടവേദന, കിതപ്പ്, വലിവ്, ശ്വാസതടസ്സം, ചർമ്മത്തിലെ തടിപ്പ്, ചൊറിച്ചിൽ എന്നിവയാണ്. രോഗവ്യാപനം: രോഗിയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും വൈറസ് സാന്നിധ്യമുള്ള പ്രതലത്തിലോ വസ്തുക്കളോ തൊടുന്നതിലൂടെയുമാണ് സാധാരണഗതിയിൽ വൈറസ് പകരുക. വൈറസ് ബാധയുള്ള ഒരാൾ തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ രോഗാണു അവരുടെ തുപ്പലിലൂടെ മൂക്കിലെ ശ്ലേമത്തിലൂടെയും പുറത്തു വരാം. അവർക്ക് ഹസ്തദാനം നൽകുന്നതും കെട്ടിപ്പിടിക്കുന്നതും ചുംബിക്കുന്നതുമെല്ലാം വൈറസ് പിടിപെടാൻ കാരണമാകും. വൈറസ് സാന്നിധ്യമുള്ള പ്രതലത്തിൽ സ്പർശിച്ച് അണുവിമുക്തമാകാതെ കണ്ണിലോ വായിലോ മൂക്കിലോ തൊട്ടാലും വൈറസ് പിടിപെടാം. രോഗഭീഷണി കൂടിയവർ: 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് മാസം തികയാതെ പ്രസവിച്ച കുട്ടികൾ, 65 വയസ്സിന് മുകളിലുള്ളവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ, അതായത് HIV ബാധിതർ, ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നങ്ങൾ ഉള്ളവർ, പ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ മരുന്ന് കഴിക്കുന്നവർ, ആസ്തമ, COPD ഉള്ളവർ, സങ്കീർണതകൾ ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, ആസ്തമ, ചെവിയിൽ അണുബാധ എന്നിവയാണ്. മുൻകരുതലുകൾ: പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുക. 20 സെക്കൻഡ് നേരം സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മുഖവും വായും മൂടുക. അണുവിമുക്തമാക്കാത്ത കൈകൊണ്ട് കണ്ണ്, വായ, മൂക്ക് എന്നിവിടങ്ങളിൽ തൊടാതിരിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ മറ്റുള്ളവരുമായി സമ്പർക്കം വരാതെ നോക്കുക. HMPV ഇന്ത്യയിൽ ഏറെക്കാലമായി കാണപ്പെടുന്ന ഒരു വൈറസാണ്. ഭൂരിഭാഗം പേരും പ്രതിരോധ ശേഷിയുള്ളവരാണെന്ന് വിദഗ്ധർ പറയുന്നു. HMPV ഒരു പുതിയ വൈറസ് അല്ല. ഇന്ത്യയിൽ ഏറെക്കാലമായി പ്രചാരത്തിലുള്ള ഒരു ഫ്ലൂ വൈറസിന്റെ ഭാഗം തന്നെയാണ് ഇത്.
ആയതിനാൽ തന്നെ ഇന്ത്യയിലെ ഭൂരിഭാഗം പേരും ആ വൈറസിനോട് പ്രതിരോധ ശേഷിയുള്ളവരാണെന്നും ഇന്ത്യയിൽ എയിംസ് അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഹർഷലാൽ സാൽവ് വ്യക്തമാക്കുന്നു. ഈ വൈറസ് മൂലം മാരക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.